മണിയൻപിള്ള രാജുവിന്റെ കാറിടിച്ച് യുവാക്കൾ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം നടന്നത്. അപകടശേഷം കാർ നിർത്താതെ പോവുകയുമായിരുന്നു. നിർത്താതെ പോയത് വലിയ രൂപത്തിലാണ് ചർച്ചയായത്. അപകടത്തെക്കുറിച്ച് മണിയൻപിള്ള രാജുവിന്റെ പ്രതികരണം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അപകടങ്ങൾ ഉണ്ടായപ്പോൾ ശരിക്കും പേടിച്ചു പോയി. ഇടിച്ചിട്ട് നിർത്താതെ പോയതല്ല ഞാൻ. ബൈക്ക് ഇറങ്ങിയോട്ട് വന്നതാണ് ഇടിച്ചത്. ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല. പതുക്കെയാണ് ഞാൻ വാഹനം ഓടിച്ചതും. എന്തോ ശബ്ദം കേട്ടിരുന്നു. ബൈക്കിലുണ്ടായവർ വീഴുന്നത് കണ്ടിരുന്നു. ആക്സിഡന്റ് ആണെന്ന് മനസ്സിലായപ്പോൾ സുഹൃത്തുക്കളോട് വിളിച്ചു പറഞ്ഞിരുന്നു. എനിക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെയാണ് സുഹൃത്തുക്കളെ വിളിച്ച് കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞത്. വീട്ടിൽ ഭാര്യ തനിച്ചായിരുന്നു. ചിക്കൻ ഗുനിയ ബാധിച്ചിരിക്കുകയാണ് എനിക്ക്. ക്യാൻസർ രോഗിയായതിനാൽ ഇപ്പോഴും മദ്യപിക്കാറില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അപകടം നടന്നു കഴിഞ്ഞിട്ടും വാഹനം നിർത്താതെ പോയത് തെറ്റാണ്. പേടി കാരണമാണ് നിർത്താതെ ഇരുന്നത് എന്ന് ചോദ്യങ്ങൾക്ക് മറുപടിയുമായി അദ്ദേഹം പറഞ്ഞു. രാത്രി തന്നെ താൻ ഈ വിവരം പോലീസിൽ അറിയിച്ചിരുന്നു എന്നും മണിയൻപിള്ള രാജു തുറന്നു പറഞ്ഞു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ബൈക്കിടിച്ചിട്ടും നിർത്താതെ പോയതിനെ കുറിച്ചും വിമർശനങ്ങളാണ് വരുന്നത്. സുദീപ് കുമാർ രാജു എന്ന ആർട്ടിസ്റ്റ് ഉടമയുടെ പേര് പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇത് നടന്റെ വാഹനമാണെന്നും ആരാണ് വാഹനം ഓടിച്ചതിനെ കുറിച്ചുള്ള വ്യക്തികളെല്ലാം തന്നെ പോലീസ് പറഞ്ഞു. കാർ കസ്റ്റഡിയിലെടുക്കാനായി മണിയൻപിള്ള രാജുവിന്റെ വീട്ടിലെത്തുകയും അതൊരു മറ്റൊരു സ്ഥലത്തേക്ക് ആയിരുന്നു എന്നായിരുന്നു മറുപടിയും. താനാണ് വാഹനം ഓടിച്ചതെന്ന് അദ്ദേഹം സമ്മതിച്ചിരുന്നു. സുഹൃത്തുക്കളൊപ്പമാണ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതും. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് താൻ. ഇടയ്ക്ക് ക്യാൻസർ ബാധിച്ചിട്ടുണ്ടായിരുന്നു. തൊണ്ടയിലായിരുന്നു. ആഹാരം കഴിക്കാതെ ബുദ്ധിമുട്ടുമുണ്ടായിരുന്നു. കീമോതെറാപ്പിയും മറ്റുമെല്ലാം ചെയ്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വീണ്ടും പഴയ രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രേക്ഷകർ എല്ലാവരും തന്നെ അദ്ദേഹം പഴയ ഊർജ്ജസ്വലനായി തിരിച്ചു വരാൻ വേണ്ടിയും കാത്തിരിക്കുകയാണ്.